ഒരു അരപ്പവൻ സ്വർണ്ണാഭരണത്തോടൊപ്പം ആകർഷകമായ ഒരു സെറ്റ് സാരി ഓണ സമ്മാനമായി നേടൂ. ഈ ഓണം ആഘോഷമാക്കൂ ഹയയോടൊപ്പം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, വടപുറം, നിലമ്പൂർ, എളങ്കൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. സംസ്ഥാന വനം വകുപ്പ് മുൻകാലങ്ങളെക്കാൾ ജനസൗഹൃദപരമായി മാറണമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. വനം വന്യജീവി വകുപ്പിന്റെയും നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെയും ആഭിമുഖ്യത്തിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച വനം അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സേന എന്നുള്ള നിലയ്ക്ക് ഇന്ന് നമ്മുടെ മാറിയ സാഹചര്യം കൂടി എല്ലാവരും ഉൾക്കൊള്ളണം. ഇന്ന് പോലീസിനകത്തായിരുന്നു മുമ്പ് പോലീസിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഇന്ന് പോലീസ് അതിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഒന്നിലെയും തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പോലീസ് ജനങ്ങളോടുള്ള സമീപനങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഫോറസ്റ്റ് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ അത് മിനിസ്റ്ററുടെ മുന്നിൽ ഞാൻ സൂചിപ്പിച്ചു, ഫോറസ്റ്റ് ഇപ്പോഴും വല്ലാത്ത രീതിയിലൂടെ ജനങ്ങളെ സമീപിക്കുന്ന സാഹചര്യമാണ്. ജനങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായും ശാസ്ത്രീയമായിട്ടുമായിരിക്കണം സമീപിക്കേണ്ടത്. ഒരു അപരിഷ്കൃതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഫോറസ്റ്റ് വകുപ്പിന്റെ ഭാഗത്തുണ്ടാകും. ഈ 3 മാസക്കാലം കൊണ്ടുണ്ടായ കാര്യമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഫോറസ്റ്റും കുറെ ജനസൗഹൃദമായി മാറണം. പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, ഫോറസ്റ്റ് സ്റ്റേഷനുകളും ജനസൗഹൃദ സ്റ്റേഷനുകളാവണം. ജനങ്ങൾ പ്രയാസം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പക്ഷെ പഴയ കാലഘട്ടത്തെ പോലെ പോലീസ് കാണിക്കുന്ന അതിക്രമം പോലെ ഏതെങ്കിലും ഒരു പ്രതി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ക്രൂരമായി പെരുമാറുന്ന സമീപനം ഒരു കാരണവശാലും അത് ഒരു നല്ല സേനയ്ക്ക് ചേർന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഏറ്റവും കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന പല സന്ദർഭം ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയില്ല, പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും നമ്മൾ കാണും. അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിന് വന്ന മാറ്റം പോലെ ഫോറസ്റ്റിലെ സേനയ്ക്കും അല്പം മാറ്റങ്ങൾ അനിവാര്യമാണ്. മലയോര മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുമായി മികച്ച സൗഹൃദവും സഹകരണവും ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വന്യജീവികളുടെ സാന്നിധ്യം ജനവാസ മേഖലകളിൽ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് തടയുന്നതിന് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ കേൾക്കാനും പരിഹരിക്കാനുമുള്ള മികച്ച വേദികളാണ് അദാലത്തുകൾ. റവന്യൂ വനവകുപ്പുകൾ സംയുക്തമായി യോഗം ചേർന്ന് ആദിവാസി മേഖലയിലെയും മറ്റു ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. കാട്ടുപോത്ത്, ആന, ഇതൊക്കെ നമ്മുടെ മണ്ഡലത്തിൽ ഇന്ന് സർവ്വസാധാരണമായിരിക്കുക. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഇവിടെ പറഞ്ഞു, ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെയേറെ കാര്യങ്ങൾ വനംവകുപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇത്തവണ നമുക്ക് കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഒരാഴ്ച മുമ്പാണ് ആന ഇറങ്ങി വളരെ വലിയ പ്രയാസമുണ്ടാക്കിയത്. അതുമായി ബന്ധപ്പെട്ടും സൈലന്റ് വാലിയുടെ ഏരിയയാണ്. സൈലന്റ് വാലിയെ നമുക്ക് വാർഡനുമായിട്ട് സംസാരിച്ച് ആ ഏരിയയിലെ ഫെൻസിങ് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെയും DFO അതിനകത്ത് ഒരുപാട് സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് പരമാവധി ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ട് പ്രതിരോധിക്കുക, ജനങ്ങളെയും കുറെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 അപേക്ഷകർക്കുള്ള വനം നിരാക്ഷേപ സാക്ഷ്യപത്രം വിതരണവും വന്യജീവി ആക്രമണത്തിനിരയായ 8 പേർക്കുള്ള നഷ്ടപരിഹാര വിതരണവും മന്ത്രി നിർവഹിച്ചു. കട്ടാരപ്പറമ്പിൽ ചോക്കാട്, രാമൻകുട്ടി വെള്ളാമ്പ്രം, ശ്രീ മുഹമ്മദ് നലിൽ പരിക്ക് പറ്റിയതും മരണപ്പെട്ടതുമായ ആളുകൾക്ക് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ഷാഹിന നിയാസി, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT ഷംസുദ്ദീൻ, PR രോഹിൽനാഥ്, സുമാ താരിയൻ, രമാരാജൻ, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സൈഫുന്നീസ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ G ധനിക്ലാൽ സ്വാഗതവും കാളികാവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PT മുബഷിർ നന്ദിയും പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര അപേക്ഷകൾ, വനംവകുപ്പിൽ നിന്നുള്ള നിരാക്ഷേപ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ ലഭ്യമാക്കൽ, മറ്റു വനംവകുപ്പ് വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട 12 പരാതികളാണ് അദാലത്ത് ലഭിച്ചത്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്,